ഞാൻ നിന്നെ തേടി വരികയായിരുന്നു. ഒരു ഹാപ്പി ന്യൂസ്. എന്നെ 2 ദിവസം ഈ ബീച്ചിലൊന്നും കണ്ടില്ലല്ലോ. എന്താ കാര്യമെന്നറിയാമോ? ഓ, അതെന്തോ അറിയാനാ. വല്ല അലരാത്തരം കാണിച്ചെന്നെ പോലീസ് പൊക്കിക്കൊണ്ട് പോയി കാണും. ഇത്ര ദുഷ്ടചിന്ത പാടില്ല ഡിംപിളെ. ഞാൻ നമ്മുടെ മാറ്റർ സംസാരിക്കാൻ വന്നതാ. നമ്മുടെ മാറ്ററോ? മറ്റേ കാര്യം. ഞാൻ മറിയായെ വെഡ് ചെയ്യുന്ന കാര്യം മറിയയുടെ പപ്പയോട് പറഞ്ഞതും പപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരം. പപ്പയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ മേല. താൻ പപ്പയ്ക്ക് പൈനാണോ ഫുള്ളാണോ വാങ്ങിക്കൊടുത്തത്? അയ്യേ, ഞാനത്ര നാറിയ പണി ചെയ്യോ? ഒന്നുമില്ലെങ്കിലും ടിമ്പിളിന്റെ പപ്പയല്ലേ. ഞാനൊരു കേസ് ബ്രാൻഡ് മേടിച്ചു കൊടുത്തു. ബ്രാൻഡ് വാങ്ങിക്കൊടുത്ത് വിവാഹ സമ്മതം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. റാസ്കൽ, ഇനി മേലാൽ താൻ എന്നോട് സംസാരിക്കാൻ ഈ ഏരിയ കടന്നു പോരുത്. പൊക്കോ 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 പൊക്കോ. അല്ല ടിമ്പിളെ, ഞാൻ ഒന്നുകൂടെ വേണോ? നോ താങ്ക്സ്, ഞാൻ പൊയ്ക്കോളാം. അപ്പൊ നീ ആ ഗൈഡുമായുള്ള ബന്ധം ഉപേക്ഷിക്കില്ലല്ലേ? അതൊക്കെ ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. ഒക്കുമ്പോഴേ നാട്ടിൽ ചെല്ലുമ്പോ എന്റെ പപ്പായോട് പറയണം എനിക്ക് വേണ്ടി ഇനി പ്രപ്പോസൽ ഒന്നും നോക്കണ്ടെന്ന്. മനസ്സിലായോ? ടിമ്പിളെ, നീ അനുഭവിക്കും. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ വിട്ടാണ് നീ അയാളെ കൂടെ പോണതെങ്കിലേ ചെമ്മീനിലെ പരീക്കുട്ടിയെ പോലെ മൈ ഡിയർ മൈക്കിൾ എന്ന് വിളിച്ചുകൊണ്ട് നീ പാടി പാടി കടപ്പുറത്തൂടെ തേരാപ്പാര അലയുവടി. നീ നോക്കിക്കോ. കള്ള കണ്ണാടി. എണീറ്റിരിക്കാൻ ജീവനില്ല. നാട്ടുകാരെ പിടിച്ചോളേ, എന്നെ കൊല്ലാൻ വരുന്നേ. ഇല്ല ഇല്ല, ആരും ഇല്ല ഇയാളെ പിടിച്ചു കേട്ടാ. പൊളിക്കരുത്. മാതാവേ, നേർവഴിക്ക് നയിക്കണേ. ഇത് വഴി പോവാം. അവിടെ കൈ കെട്ടി വെച്ച. ഒരാഴ്ചക്ക് ഞാൻ മറ്റേ കണ്ണ കൊടുത്തരാം. അയ്യോ,